കൊച്ചിയിൽ സനൽകുമാർ ശശിധരൻ സംവിധായകനെ മുംബൈയിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. നടി കൊടുത്ത പരാതിയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസാണ് സനൽകുമാർ ശശിധരനെതിരെ ചുമത്തിയിരിക്കുന്നത്. മുംബൈയിൽ നിന്ന് ഇപ്പോൾ സനൽകുമാർ ശശിധരനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. സനൽകുമാർ ശശിധരനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അമേരിക്കയിൽ നിന്ന് മുംബൈയിലെത്തിയ ഉടൻ തന്നെ ലുക്കൌട്ട് നോട്ടീസ് കണ്ട് ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഖജനാവ് കൊള്ളയടിച്ചിട്ടില്ല. 4 ലക്ഷം കോടിയുടെ കട ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഒരു സംഗതി ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് ഒരാളെ പ്രേമിച്ചു. ആ സ്ത്രീയെ തടവിൽ വെച്ചിരിക്കുന്നു രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു. കേരളത്തിലെ സെക്സ് റാക്കറ്റ് തടവിൽ വെച്ചിരിക്കുകയാണ്. അത് പറഞ്ഞതിന് അത് അന്വേഷിക്കാതെ കേരള പോലീസ് എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവാണ്. അല്ല 2 തവണയും കള്ളക്കേസാണ്. ആ കേസ് സംവിധായകൻ സനൽകുമാർ ശശിധരനെ മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോലീസ് എത്തിച്ചിരിക്കുകയാണ്. സനൽകുമാർ ശശിധരൻ രൂക്ഷമായി പ്രതികരിക്കുന്നുണ്ട്. താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നാണ് സനൽകുമാർ ശശിധരൻ പറയുന്നത്. എന്നെ കൊല്ലാൻ വേണ്ടി ആൾ വിട്ടിരിക്കുകയാണവര്. എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ, സനൽകുമാർ ശശിധരൻ ക്ഷുഭിതനാണ്. പോലീസ് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് പറയുന്നത്. എന്താണ് സനൽകുമാർ ശശിധരൻ പറയാൻ ശ്രമിക്കുന്നത്? താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ്. ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ അല്പസമയം മുമ്പാണ് സനൽകുമാർ ശശിധരനെ ഇപ്പോൾ രാജധാനി എക്സ്പ്രസിൽ മുംബൈയിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തിച്ചത്. അദ്ദേഹം നേരത്തെ പറഞ്ഞ അതേ ആരോപണങ്ങൾ തന്നെ തുടരുകയാണ്. അതായത് അരുൺകുമാർ, അദ്ദേഹം നേരത്തെ പറഞ്ഞ അതേ ആരോപണങ്ങൾ തുടരുകയാണ്. ആ നടിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, തനിക്ക് നടിയെ ഇഷ്ടമാണ് തുടങ്ങിയ ചില കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാദ്യമായിട്ടല്ല, പലതവണ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ തന്നെ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും അത്തരം പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എളമക്കര പോലീസാണ് ഇപ്പോൾ മുംബൈയിൽ പോയി സനൽകുമാർ ശശിധരനെ കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത്. നേരത്തെ അദ്ദേഹം ഒരു തവണ അദ്ദേഹത്തെ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം ജാമ്യം നേടി അദ്ദേഹം അമേരിക്കയിലേക്ക് കടക്കുകയായിരുന്നു. അതിനുശേഷവും പലതവണ നടിക്കെതിരെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ അധിക്ഷേപ പരാമർശങ്ങളും നടിയെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. തുടർന്ന് കഴിഞ്ഞ ജനുവരിയിലാണ് നടി വീണ്ടും പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അമേരിക്കയിലായതുകൊണ്ട് തന്നെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുകയായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഇന്നലെയാണ് അദ്ദേഹം മുംബൈ വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെക്കുകയും കേരള പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ എളമക്കര പോലീസ് സംഘം മുംബൈയിലെത്തി സനൽകുമാർ ശശിധരനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നേരെ എളമക്കര പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോവുക. അതിനുശേഷം ചോദ്യം ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും ഒരു മലയാളത്തിലെ ഒരു പ്രധാന നടിയെ ഇത്തരത്തിൽ നിരന്തരമായി ശല്യം ചെയ്യുക, നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ തന്നെ ശല്യം ചെയ്യുക, മാത്രവുമല്ല അത്തരത്തിൽ അറസ്റ്റ് ചെയ്ത ശേഷവും ഒരു കുറ്റബോധവുമില്ലാതെ അദ്ദേഹം ഇത് തുടരുകയാണ്. നേരത്തെ അദ്ദേഹം ചില സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് താൻ സ്റ്റേഷൻ ജാമ്യത്തിന് ശ്രമിക്കില്ല, താൻ കോടതിയിൽ നിന്ന് മാത്രമേ താൻ ജാമ്യം വാങ്ങുകയുള്ളൂ എന്നൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിൽ സ്ഥിരമായ ഒരു രീതിയിൽ നിരന്തരം നടിയെ അപമാനിക്കുക, അധിക്ഷേപിക്കുക, അത്തരത്തിൽ മോശമായി പരാമർശങ്ങൾ നടത്തുക തുടങ്ങിയ കുറ്റകൃത്യം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അമേരിക്കയിലായിരുന്ന അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് ഇപ്പോൾ മുംബൈയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ സനൽകുമാർ ശശിധരനെ എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. മുംബൈ പോലീസ് ആണ് എയർപോർട്ടിലെത്തിയ സനൽകുമാർ ശശിധരനെ തടഞ്ഞുവെക്കുകയും കേരള പോലീസിനെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കേരള പോലീസ് മുംബൈയിലെത്തി സനൽകുമാർ ശശിധരനെ രാജധാനി എക്സ്പ്രസിൽ കൊണ്ടുവന്നു. ഇപ്പോൾ എറണാകുളത്ത് വെച്ച് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു.